ഹായ് ഹലോ എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കരുതൽ എന്ന സിനിമയിലെ ഹീറോയിൻ ആണ്. ഹായ്. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. അതെ, അപ്പോൾ കരുതൽ എന്ന മൂവി ഹീറോയിനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ആ സിനിമയെ പറ്റി പറയോ? എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വന്നത്? അപ്പോൾ ജോമി ചേട്ടനാണ് ഈ മൂവിയിലെ ഡയറക്ഷൻ ചെയ്തത്. അപ്പോൾ ജോമി ചേട്ടനെ ഹി ഈസ് മൈ ഫാമിലി ഫ്രണ്ട്. സോ അങ്ങനെ നെയ്ബറും കൂടിയാണ്. അപ്പം ജോമി ചേട്ടൻ എന്നോട് ചോദിച്ചു ലൈക്ക് ഇൻട്രസ്റ്റഡ് ആണോ, ഇങ്ങനെയാണ് മൂവീൻ്റെ സ്ക്രിപ്റ്റ്, ത്രെഡ് ആണ്, അങ്ങനെ എല്ലാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പോരേന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ മൂവിയിൽ വന്നത്. അപ്പൊ മൂവി ലൈക്ക് നോർമലി മൂവി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണോ അതോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നതാണോ? അല്ല, ഞാൻ ഓൾറെഡി ഞാൻ 2 മൂവി ചെയ്തിട്ടുണ്ട്. ഒന്ന് മലയാളമാണ്, ഒന്ന് തമിഴാണ്. മലയാളം റിലീസ് ആയിട്ടില്ല ഇതുവരെ. അപ്പം തമിഴ് റിലീസായി. സീൻ നമ്പർ 62 എന്ന മൂവിയാണ് ഞാൻ ചെയ്തത്. അതിൽ വൺ ഓഫ് ദ ലീഡ് റോളാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് ആക്ടിങ്ങിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ചേട്ടായിക്ക് അറിയായിരുന്നു. അപ്പോൾ ചേട്ടായി എന്നോട് ചോദിച്ചു എൻ്റെ പടം ഉണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഐ ഗെസ് 1 ഡേ ബിഫോർ ആണ് എന്നോട് സംസാരം ഉണ്ടായത്. നെക്സ്റ്റ് ഡേ ഞാൻ എത്തുന്നതും മൂവി ഇങ്ങനെ ഫസ്റ്റ് ഡേയ്സ് ആയിരുന്നു അവരുടെ മൂവിയുടെ സ്റ്റാർട്ടായിരുന്നത്. അപ്പം പ്രശാന്ത് മുരളിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു പ്രശാന്ത് മുരളി ആണെന്ന്. ഞാൻ ബോൺ ഇൻ കേരളയാണ്, ബ്രോട്ടപ്പ് ഡൽഹിയിലാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് അത്രയും മലയാളം മൂവിയിലോട് അത്ര ഇതില്ല, പക്ഷെ ഞാൻ കാണും, അങ്ങനെയല്ല, ഐ എം വെരി ചൂസി. അപ്പോൾ അങ്ങനെ പ്രശാന്ത് മുരളി എനിക്കറിയത്തില്ല. അപ്പോൾ പിന്നെ ചേട്ടൻ പറ്റി പ്രശാന്ത് മുരളി ഉണ്ട്. സുനിൽ സുഗത സാറിനെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് മൂവീസ്. അപ്പം അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തു പ്രശാന്ത് മുരളി ആരാണ്, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഈസ് ക്വൈറ്റ് പോപ്പുലർ ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു. ഫസ്റ്റ് ഡേ പുള്ളിക്കാരൻ്റെ കൂടെ ഷൂട്ടായിരുന്നു എൻ്റെ. അപ്പോൾ ഒരു ചെറിയ സീനായിരുന്നേ ഉള്ളൂ, പക്ഷെ കുറച്ച് നെർവസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം, യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. ഇപ്പോ ബോൺ കേരള ആണെങ്കിലും ബ്രോട്ടപ്പ് ഡൽഹി എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ലാംഗ്വേജ് ബാരിയേഴ്സ് തോന്നിയായിരുന്നോ? ബിക്കോസ് ഞാൻ 1 ഇയർ ഇവിടെ ഉണ്ടായിരുന്നു, കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു മലയാളം ഫ്ലുവൻസി കുറച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത്രയും ഫ്ലുവൻ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല. ചെറിയ വേർഡ്സ് ഇതിനൊക്കെ കുറച്ച് ഇത് വരാറുണ്ട്. ഡബ് ചെയ്യുമ്പോഴാണോ പ്രശ്നം വരുന്നത്? ഡബ് ചെയ്യുമ്പോൾ പ്രശ്നം വരും, ഉറപ്പായിട്ടും വരും. ബിക്കോസ് എനിക്ക് കുറച്ച് ഐ ഗെസ് എൻ്റെ സ്ലാങ് ആണോ, പക്ഷെ മലയാളം അങ്ങനെ ആയിട്ട് വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ ചിലപ്പം മറ്റേ ഡബ് ഞാനല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ അപ്പാർട്ട് ഫ്രം മൂവി ആക്ട്രസ് അല്ലെങ്കിൽ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന അതല്ലാണ്ട് വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? സോ ഞാൻ വർക്കിംഗ് ആണ്. ബേസിക്കലി ഞാൻ റിക്രൂട്ട്മെന്റ് മാർക്കറ്റിംഗ് കൺവേർഷൻ ഓഫീസർ ആണ് UK യൂണിവേഴ്സിറ്റിയിൽ. സോ അതാണ് എൻ്റെ മെയിൻ വർക്ക്. ഇത് സൈഡ് ബൈ സൈഡ് ഞാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട്, ലൈക്ക് ഞാൻ ബാച്ചുലേഴ്സ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് വന്നത്. ബിക്കോസ് ഫസ്റ്റ് ഐ വാസ് ലൈക്ക് ഇൻട്രസ്റ്റഡ് മോർ ഇൻ ടു ദിസ് ഫോട്ടോഗ്രഫി. കുറച്ച് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇസ് BA ജേർണലിസം. സോ അത് എല്ലാം കവർ ചെയ്യുന്ന ഒരു ഇതാണ്, മീഡിയമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഫോട്ടോഗ്രഫിയിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സിനിമാറ്റോഗ്രഫി, അങ്ങനെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും. ചെറിയ നമുക്ക് പ്രൊജക്ട്സ് കിട്ടാറുണ്ട്. അപ്പം അതൊക്കെ ചെയ്തിട്ട് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പം അങ്ങനെ എനിക്കൊരു ആക്ടിങ്ങിലും ഉണ്ടായിരുന്നു. ഈ ടിക്ടോക്ക് ഒക്കെ ആ സമയത്ത് ഭയങ്കര ഇതായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി ഒരു മലയാളം മൂവിയിൽ ചെയ്യാൻ. അത് ഒരു സപ്പോർട്ടിങ് ആക്ട്രസ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തത് അതിൽ. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ആക്ടിങ് ലൈനിലോട്ട് ഞാൻ കയറിയത്. പിന്നെ അങ്ങനെ എനിക്കൊരു നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി, അങ്ങനെ ഈ കരുതൽ കിട്ടി. ബട്ട് ദിസ് വാസ് ലൈക്ക് ഹീറോയിനായിട്ട് എനിക്ക് ഫസ്റ്റ് മൂവി.